അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്കു കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. തീപിടിച്ച കപ്പലിനെ വടം ഉപയോഗിച്ച് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുമായി ബന്ധിപ്പിച്ചു. കപ്പലിനെ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ശ്രമം. തീനാളങ്ങൾ കുറഞ്ഞുവെങ്കിലും കപ്പലിൽ നിന്ന് വൻതോതിൽ പുകയുയരുന്നുണ്ട്. കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ വരും ദിവസങ്ങളിൽ തീരത്ത് അടിഞ്ഞേക്കും. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ഈ കപ്പലിനെ വടം ഉപയോഗിച്ച് കൂടുതൽ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തുടരുന്നുണ്ട്. അതേസമയം തന്നെ കപ്പലിന്റെ ഒരു ഭാഗത്തെ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. മറ്റ് നടപടിക്രമങ്ങൾ ഇന്നിനി എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് പ്രജിത്ത്. പ്രവിധ സൂചിപ്പിച്ചതുപോലെയാണ് ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുമായി തീ പിടിച്ച ചരക്ക് കപ്പലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉൾക്കടലിലേക്ക് വളരെ വേഗത്തിൽ നീക്കാൻ കഴിയും എന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു ശതമാനം തീയും അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഇപ്പോഴും ശക്തമായ രീതിയിൽ അവിടെ നിന്ന് പുക ഉയരുന്നുണ്ട്. കറുത്ത വിഷപ്പുകയാണ് ഉയരുന്നത്. അത് ശ്വസിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് കാറ്റിൻ്റെ ഗതി അനുസരിച്ച് തീരമേഖലയിലേക്ക്, കേരളത്തിൻ്റെ തീരമേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 22 ജീവനക്കാരായിരുന്നു ഈ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ 18 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതിൽ 6 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 പേർക്ക് പൊള്ളലേറ്റതുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് 4 പേർക്ക് അതിൽ നിന്നുള്ള പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും. പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആ 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. അവർ ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട് എന്ന കാര്യമാണ് മംഗലാപുരത്തെ AJ ആശുപത്രിയിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ 40% പൊള്ളലേറ്റ 2 പേരുണ്ട്. അവരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. മറ്റ് 12 പേരും അവർക്ക് ഒരു വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. എന്നാൽ ഇതിൽ നിന്ന് 4 പേരെ ഇപ്പോഴും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരിപ്പോൾ ഈ കപ്പലിനകത്തുണ്ടോ അതല്ല കടലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അവർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ 60ഓളം കണ്ടെയ്നറുകളാണ് അതിനകത്ത് നിന്ന് പുറത്തേക്ക് വീണിട്ടുള്ളത്, കപ്പലിലേക്ക് പതിച്ചിട്ടുള്ളത്, കപ്പലിൽ നിന്ന് കടലിലേക്ക് പതിച്ചിട്ടുള്ളത്. ആ കണ്ടെയ്നറുകളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കരക്കടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ലഭിക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, MSC എൽസ വീണതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്ക തീരമേഖലയിൽ ഉണ്ടായിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നത്. വാൻഹായ് 503 എന്നുള്ള കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾക്ക് തീപിടിക്കുകയും അവ കടലിലേക്ക് പതിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഇനിയുള്ള ദിവസങ്ങളിലാണ് അത് തീരമേഖലയിൽ പതിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തീരമേഖലയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിനുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ വിഷാംശം അടങ്ങിയിട്ടുള്ള വസ്തുക്കളുണ്ട്, അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കളും ഉണ്ട് എന്നുള്ള അത്തരം കാറ്റഗറിയിൽപ്പെടുന്ന വസ്തുക്കളാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ തീരമേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സമയമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വറുതിയുടെ നാളുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരമൊരു നാളുകളുടെ തൊട്ട് മുന്നോടിയായിക്കൊണ്ടാണ് ഈ 2 കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് തീരമേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദൗത്യം ഇപ്പോഴും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. തീനാളങ്ങൾ കുറഞ്ഞെങ്കിലും കപ്പലിൽ നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു പ്രതിസന്ധിയാണ്. കടലിലേക്ക് കണ്ടെയ്നറുകൾ പതിക്കുന്നുണ്ട്. കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകൾ വരും ദിവസങ്ങളിൽ തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ജാഗ്രത തീരമേഖലയിൽ നിലനിൽക്കുന്നുമുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.